അപ്പോൾ നമ്മൾ സിഗരറ്റ് ബാൻഡ് കട്ട് ചെയ്യാനായിട്ട് തുണി രണ്ടാക്കി മടക്കിയിട്ടു. അപ്പോൾ നമ്മൾ അതിന് മുകൾ വശത്ത് നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ അരവശം നമ്മൾ ഇലാസ്റ്റിക്കോ വള്ളിയൊക്കെ ഇടാനായിട്ട് 2 ഇഞ്ച് വേണം. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് എത്ത വരച്ചിട്ടു കേട്ടോ. അപ്പോൾ എനിക്കിതിന് ലെങ്ത്ത് വേണ്ടത് 33 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മൾ 33 ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ കാലിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിക്കണം. എനിക്ക് വീതിയിൽ മടക്കി അടിക്കണം. അതിന് വേണ്ടി ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ വരച്ചിടാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്ര വരച്ച് മാർക്ക് ചെയ്തിട്ടു. ഇനി നമുക്ക് വേണ്ടത് അരവണ്ണം. എനിക്ക് 42 ഇഞ്ചാണ് അരവണ്ണം വേണ്ടത്. അപ്പോൾ 42ന് 4/1 42ൻ്റെ 4/1 10 ഇഞ്ച്. അപ്പോൾ 10യുടെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടിയും കൂട്ടിയെടുക്കണം. അപ്പോൾ 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ 12ന് താഴേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ക്രോച്ചിൻ്റെ അവിടേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടു. അത് നമ്മൾ അത് വരച്ചിടണം കേട്ടോ. ഇപ്പം നമ്മൾ വരച്ചിട്ടു. അവിടെ 2 ഇഞ്ച് 12ൻ്റെ അപ്പുറത്ത് നമ്മൾ കറക്റ്റ് 12 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിടണം. ആ ക്രോച്ച് 2 ഇഞ്ച് ക്രോച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളവിടെ അതങ്ങനെ മാർക്ക് ചെയ്തിട്ടു. ഇനി ക്രോച്ചിൻ്റെ അവിടെ 2 ഇഞ്ച് കറക്റ്റായിട്ട് അത് തെളിച്ച് മാർക്ക് ചെയ്തിടണം കേട്ടോ. നമ്മൾ 14മേന്ന് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ 14ൻ്റെ പകുതി 7 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമ്മൾ ആ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. കറക്റ്റ് സെൻറ്റർ 7 ഇഞ്ച്. അപ്പം നമ്മളത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ കാലിൻ്റെ അടിവശം അവിടെ നമ്മൾ 14 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. നമ്മളപ്പോൾ അവിടെയും 14 ഇഞ്ച് നേരത്തെ വരച്ചിട്ടു. ഇനി 14ൻ്റെ അവിടെയും നമ്മൾ പകുതി കാണണം കേട്ടോ. അപ്പോൾ അവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനിയും നമ്മൾ മുകളിൽ വരച്ച അതും ഇതും കൂടി നമ്മൾ യോജിപ്പിക്കണം. കറക്റ്റ് സെൻറ്റർ യോജിപ്പിക്കണം. ഇത് നമ്മുടെ കാലിൻ്റെ ഫ്രണ്ട് വശം വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ അങ്ങ് വശം ഇങ്ങ് വശം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റാക്കി എടുത്തു. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് വേണം കാലിൻ്റെ വണ്ണം എടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 3 ഇഞ്ചൊക്കെ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 3.5 എടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ലൂസ് വേണം, അതുകൊണ്ട് 3.5 എടുക്കുകയാണ്. അപ്പോൾ നമ്മളിനി അത് നമ്മൾ 12 ഇഞ്ച് താഴത്തേക്ക് വരച്ച ഈ അറ്റത്തുനിന്ന് നമ്മൾ ഇവിടെ താഴേക്ക് നമ്മൾ 3.5ലേക്ക് നമ്മൾ യോജിപ്പിക്കുകയാണ് കേട്ടോ. അവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് യോജിപ്പിക്കണം. നമ്മളപ്പോൾ അങ്ങനെ യോജിപ്പിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ക്രോച്ച് അവിടെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യണം കേട്ടോ. അധികം ഒരുപാട് കുഴിച്ചൊന്നും ഷേപ്പ് ചെയ്യണ്ട, ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി. നമ്മൾ ക്രോച്ചാണ് ഇപ്പോൾ അവിടെ അടയാളപ്പെടുത്തണേ. ചെറുതായിട്ട് വരച്ചിടണം കേട്ടോ. ഇനി നമ്മൾ ക്രോച്ചിൻ്റെ അവിടുന്ന് താഴേക്ക് താഴെ കാലിൻ്റെ അടിഭാഗത്തേക്ക് 3.5 ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മളപ്പോൾ ആ 3.5ലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടാണ്. നമ്മളപ്പോൾ ഷേപ്പ് ചെയ്ത് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കിലേക്ക് നമ്മൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ അത് കറക്റ്റ് അളവിൽ നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. ബാക്ക് ഇതുപോലെ 2ആക്കി തുണി മടക്കിയിട്ട് കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തിടണം. ഇത് കഴിഞ്ഞായിട്ട് മുകൾ വശം നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിടണം കേട്ടോ. കാരണം ബാക്ക് വശം നമ്മൾ ഇറക്കം മുകൾ വശം 1 ഇഞ്ച് കൂട്ടിയിടണം. താഴെ കറക്റ്റ് ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. എന്നിട്ട് നമ്മൾ ക്രോച്ചിൻ്റെ അവിടേക്ക് നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി അടിക്കാൽവണ്ണം വരെ ആ സൈഡ് നമ്മൾ 2 ഇഞ്ച് വെച്ച് കൂട്ടിയിടണം. കൂട്ടിയിടണം. സാധാരണ വണ്ണം വണ്ണമൊന്നും ഇല്ലാത്ത പിള്ളേർക്കാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രോച്ചിൻ്റെ അവിടം വരെ വേണമെന്നില്ല.
അതുപോലെ തന്നെ ബാക്കിൻ്റെ പോലെ തന്നെ കട്ട് ചെയ്യാം. പക്ഷേ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ശരിക്കും ക്രോച്ചിൻ്റെ അവിടം വരെയൊക്കെ വേണം. പിന്നെ കാലിന് വണ്ണം വേണ്ടാത്തവർക്ക് കാലിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് കുറച്ചെടുക്കാം കേട്ടോ. 2 ഇഞ്ച് തന്നെ അറ്റ വേണമെന്നില്ല. ഇച്ചിരി ടൈറ്റായിട്ടൊക്കെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. വണ്ണം കുറച്ച് 1.5 എന്നുള്ളത് 1.5 1 ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ മോൾ വശം ഈ അറ്റത്തേക്ക് നമ്മൾ കറക്റ്റ് ആക്കണം. ക്രോച്ചിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ 1 ഇഞ്ച് തന്നെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അരവശം ചെരിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. ബാക്ക് വശത്തിന് നമ്മൾക്ക് 1 ഇഞ്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും ക്രോച്ചിൻ്റെ ഭാഗം മോൾ വശം. മറ്റേ സൈഡ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പോൾ ബാക്ക് വശം മുറിയാത്തൊരു പീസ് മടക്കിയിട്ടപ്പോൾ മുറിയാത്തത് കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവണേ. മുറിഞ്ഞ പീസാണ് ഇങ്ങനെ ഇതേപോലെ അത് മുറിക്കാനുണ്ടാവില്ല കേട്ടോ. 2 ആക്കി മടക്കിയിട്ടത് കൊണ്ടാണ് അവിടെ കട്ട് ചെയ്യാൻ പറ്റണേ. അത് മുറിഞ്ഞ വശമാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരില്ല. നമ്മൾ ക്രോച്ച് വശമാണ് നമ്മൾ ആദ്യം ചെയ്യണേ. ഫ്രണ്ടും ക്രോച്ച് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. ഫ്രണ്ട് വശം 2 എണ്ണം ക്രോച്ച് വെച്ച് അടിവശം ക്രോച്ചിൻ്റെ അറ്റം വരെ നമ്മൾ അടിച്ചെടുക്കണം മുകളിൽ നിന്ന് തുടങ്ങിയിട്ട്. അടിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ പാടുണ്ടാവും. കട്ടിങ് ആണ് എല്ലാവർക്കും പ്രയാസം അല്ലേ. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യം അടിച്ചെടുക്കാണ് കേട്ടോ. ഇത് ലോക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് മടക്കി വെച്ച് അടിക്കുക കേട്ടോ. അതിൻ്റെ തുമ്പ് മടക്കി അടിക്കാം ഉള്ളിലോട്ട്. അപ്പോൾ നമ്മൾ ഇനിയും ബാക്ക് വശത്തിൻ്റെ ക്രോച്ച് ആണ് വെച്ച് അടിക്കുന്നത്. മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ക്രോച്ച് വരെ അടിച്ച് നിർത്താം. എന്നിട്ട് നമ്മൾ യോജിപ്പിക്കണം കേട്ടോ. അപ്പം 2 അടിപ്പൊക്കെ അടിച്ചിടണം. ചില കാലിൻ്റെ പീസുകളൊക്കെ സിൽക്ക് മോഡലൊക്കെ ആയിരിക്കും. അപ്പം നൂലൊക്കെ എഴുന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മടക്കി അടിക്കുകയാണെങ്കിൽ ലോക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അപ്പം ഇത് അടിച്ചു കഴിഞ്ഞു. ഇനി 2ഉം നിവർത്തിയിട്ടിട്ട് നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അത് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയും അതിൻ്റെ അടിവശം അതിൻ്റെ ക്രോച്ചിങ്ങനെ കീഴ്പോട്ടേക്ക് അടിച്ചെടുക്കണം. ക്രോച്ചിന് വശം 2ഉം ഒരുമിച്ച് സെൻറ്റർ വെച്ചിട്ട് വേണം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടിച്ച് അവിടെ അറ്റത്തേക്കും കാലിൻ്റെ ഭാഗം വരെ അടിച്ച് ഇവിടെയും കാലിൻ്റെ ഭാഗം വരെ അടിച്ചിട്ട് നമുക്ക് അരവണ്ണം കൂട്ടി അടിച്ച് ഇലാസ്റ്റിക് ഇടാം. അതേപോലെ തന്നെ അടിവശം 3 ഇഞ്ച് നമ്മൾ മടക്കി വെച്ച് അടിക്കണം. നമുക്ക് അവിടെ കുറച്ച് സ്ഥലം നമുക്ക് ഒരു തുറന്നിടാം, അല്ലെങ്കിൽ കൂട്ടി അടിക്കാം. എങ്ങനെയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ അടിക്കണത്. കാലിൻ്റെ തുമ്പത്ത് സ്ലിറ്റ് പോലെ ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കൂട്ടി അടിക്കാം കേട്ടോ.
അപ്പം അങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ അടിക്കാൻ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണ്. അധികം വലിയ കണക്കുകളൊന്നും ഇല്ലാത്ത ഒരു സിഗരറ്റ് ബാൻഡാണ് കേട്ടോ അത്. ആർക്കും തയ്ക്കാൻ എളുപ്പമാണ്, ഒരുപാട് കണക്കുകളൊന്നുമില്ല. ഇത്രയും കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ലെങ്ത്തും അതിൻ്റെ അരവണ്ണം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി നമുക്കൊരു സിഗരറ്റ് ബാൻഡ് തയ്ക്കാം കേട്ടോ. ഒട്ടും തയ്യലറിയാത്തവർക്ക് പോലും തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ അത്. കാരണം ഒത്തിരി ഇല്ലാത്ത അളവുകളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ അരവണ്ണത്തിൻ്റെ നാലിലൊന്നിൽ കൂടെ നമ്മൾ കറക്റ്റ് 2 ഇഞ്ച് നമ്മൾ കൂട്ടുക, അത്രേ ഉള്ളൂ. പിന്നെ ക്രോച്ചിൻ്റെ അവിടെ 2 ഇഞ്ച് കൂട്ടുക. പിന്നെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും. പിന്നെ സെൻറ്റർ കാണാം, സെൻറ്ററിൽ നിന്ന് നമ്മൾ പകുതി എടുത്തിട്ട് ഷേപ്പ് ചെയ്യുക, അത്രേ കാര്യമുള്ളൂ കേട്ടോ. ഒട്ടും പ്രയാസമുള്ള ഒരു ഇതല്ല. എല്ലാവരും വിചാരിക്കും ഭയങ്കര പ്രയാസമാണ് സിഗരറ്റ് ബാൻഡ് തയ്ക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തയ്ക്കാനായിട്ട് കടകളിലൊക്കെ കൊണ്ടു കൊടുക്കാറാണ്. ഇത് നമ്മൾക്ക് തന്നെ എത്ര എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇത് കണ്ടൊന്ന് തയ്ക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.